സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എവിഡൻസ് ആണ്. എവിഡൻസ് ഓഫ് എവല്യൂഷൻ, എവല്യൂഷന്റെ തെളിവുകളാണ് അല്ലെ, എവിഡൻസസ് ഓർ എവിഡൻസസ് ഫോർ എവല്യൂഷൻ. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഒരു 6 എവിഡൻസ് ആണ് എൻസിആർടിയിൽ പറയുന്നത്. ഓക്കെ, 6 എവിഡൻസ് എന്ന് പറയുമ്പോൾ എവല്യൂഷനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തെളിവാണ് അല്ലെ. ഫസ്റ്റ് നമുക്ക് ഫോസിൽസ് എവിഡൻസ് ഫ്രം ഫോസിൽ ആണ് ആദ്യം പറയുന്നത്, എവിഡൻസ് ഫ്രം ഫോസിൽസ്. പിന്നീട് നമുക്ക് എവിഡൻസ് ഫ്രം എംബ്രിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. പിന്നെ തേർഡ് വൺ എവിഡൻസ് ഫ്രം കമ്പാരിറ്റീവ് മോർഫോളജി ആൻഡ് അനാട്ടമി ഉണ്ട്. എവിഡൻസ് ഫ്രം പ്രോട്ടീൻസ് ആൻഡ് ജീൻസിന്റെ സിമിലാരിറ്റി ഓഫ് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ എവിഡൻസ് ഒരു ഹിസ്റ്ററിയിലുള്ള ഒരു എവിഡൻസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മോത്തിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ബിഫോർ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആഫ്റ്റർ ഉള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആൻഡ് ദ ലാസ്റ്റ് വൺ സിക്സ്ത് റെസിസ്റ്റന്റ് വെറൈറ്റി ഓഫ് ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, പിന്നെ അതേപോലെ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ബൈ ദ ഫ്രീക്വന്റ് യൂസ് ഓഫ് നമ്മുടെ ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്സ്, പിന്നെ ആന്റിബയോട്ടിക്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ റെസിസ്റ്റന്റ് വെറൈറ്റീസ് വരാനുള്ള ഒരു ആ ഒരു എക്സാമ്പിളും എന്തിന് എവിഡൻസ് ആണ് എന്ന് പറയുന്നു, നമ്മുടെ എവല്യൂഷൻ എവിഡൻസ് എന്ന് പറയുന്നു. സോ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോസിൽസ് ആണ്. ഫോസിൽസ് എന്താണെന്ന് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫോസിൽസ് എന്ന് പറയുന്നത് റെമനൻസ് ആണ്. എന്തിന്റെ റെമനൻസ്? നമ്മുടെ പ്രിസർവ്ഡ് റെമനൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് അല്ലെ, പാസ്റ്റിൽ ജീവിച്ച ലിവിങ് ഓർഗാനിസത്തിന്റെ റെമനൻസ് ആണ് നമ്മുടെ ഈ ഫോസിൽസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, ഈ ഫോസിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഫോസിൽസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്പാൻ നമ്മൾ പറഞ്ഞു നേരത്തെ, അതായത് ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് കോറിലേറ്റ് വിത്ത് ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് അല്ലേ. സോ നമ്മുടെ ഇപ്പോൾ സ്റ്റഡി ഓഫ് ഫോസിൽസ്, അതായത് നമ്മളിപ്പോൾ ഒരു ലെയർ ഓഫ് സോയിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കാലഘട്ടം ഏതാണെന്ന് നോക്കുന്നു, എന്നിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെ ഏജ് ഓഫ് റോക്ക് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, അതിന് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇങ്ങനെ എവിഡൻസ് ഫ്രം ദ ഫോസിൽസ് യൂഷ്വലി വി വിൽ ബി കോളിംഗ് ഇൻ ദ നെയിം paleontological evidence. Paleontological evidence. Okay, paleontological evidence. അതായത് പാലിയോntology is the study of fossils എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാണ്, അതായത് ഓരോ സെഡിമെന്റ്സിൽ അറേഞ്ച്മെന്റ് ഓഫ് സെഡിമെന്റ്സ് ഓവർ വൺ ഓവർ ഈച്ച് അതർ, ആ ഒരു സെഡിമെന്റ്സിൽ ഏത് ഏരിയയിലാണോ നമുക്ക് ഫോസിൽസ് കിട്ടിയത് ആ ഒരു ഏരിയയിലെ ഫോസിൽസ് നമ്മൾ നോക്കുന്നു, ആ ഒരു ഏരിയയിലെ നമ്മൾ മണ്ണ് നോക്കുന്നു, അത് ഏത് ടൈമാണ്, ഏത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നു, ഏത് ടൈമിലാണ് ജീവിച്ച് നോക്കുന്നു. ഈ പെർട്ടിക്കുലർ ഫോസിലിനെ നമ്മൾ ഇപ്പോഴത്തെ ഏതെങ്കിലും ഓർഗാനിസവുമായിട്ട് കോറിലേറ്റ് ചെയ്തു കമ്പയർ ചെയ്തിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ we can consider this as the ancestor of this particular organism അല്ലേ. അതിന്റെ ബേസിൽ നമുക്ക് എവല്യൂഷനിലെ മിസ്സിംഗ് ലിങ്ക് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും ബൈ ബേസ്ഡ് ഓൺ ദിസ്. ഓക്കെ, അതാണ് ഫോസിൽസുമായിട്ട് എവല്യൂഷനുള്ള ബന്ധം. ഓക്കെ, അത് എൻസിആർടിയിൽ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു റീഡ്. നമ്പർ ടു ഈസ് എവിഡൻസ് ഫ്രം എംബ്രിയോളജി അല്ലെങ്കിൽ എംബ്രിയോളജിക്കൽ എവിഡൻസ്. ഇത് ഈ ഒരു എംബ്രിയോളജിക്കൽ എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സയന്റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏണസ്റ്റ് ഹെക്കലാണ്. ഈ ഒരു ഫിഗർ എൻസിആർടിയിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഏണസ്റ്റ് ഹെക്കൽ ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു അതായത് നമ്മുടെ സർട്ടൻ ഫീച്ചേഴ്സ് ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്, വെർട്ടിബ്രേറ്റ്സിന്റെ മാത്രം എംബ്രിയോണിക് സ്റ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. വാട്ട് ഈസ് ദിസ് ഈസ് ദ റോ ഓഫ് ദ വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ് ആണ്. ഗിൽ സ്ലിറ്റ് കണ്ടോ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആനിമൽ കിങ്ഡത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനെ ഗിൽ സ്ലിറ്റ് എന്നാണ് പറയാ. പക്ഷെ ഇത് കണ്ടോ, ഈ ആസ് എ ഹോൾ മൊത്തത്തിൽ നോക്കിയാലും നമുക്ക് ഈ ഒരു എംബ്രിയോണിക് സ്റ്റേജ് എല്ലാവർക്കും ഒരേപോലെ തോന്നും അല്ലേ, എല്ലാവരും ഇതെല്ലാം ഒന്നാണെന്ന് തോന്നും ഇതെല്ലാം ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ ആക്ച്വലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഇത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ആണ്. ദിസ് ഈസ് ഹ്യൂമൻ. ഇത് നമ്മുടെ റാബിറ്റ് ആണ് കേട്ടോ, ഇത് നമ്മുടെ റാബിറ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ കൗ ആണ്, ഓക്കെ. ഇത് നമ്മുടെ പിഗ് ആണ്, ഇത് ചിക്കൻ ആണ്. കണ്ടോ, ചിക്കൻ കണ്ടില്ലേ? ഓക്കെ, ചിക്കൻ ആണ്. ഇത് നമ്മളെ ടോർട്ടോയ്സ് ആണ് കേട്ടോ, ടോർട്ടോയ്സ്. ഇത് സാലമാൻഡർ ആണ്. ആൻഡ് ഇതെന്താ, ഇത് നമ്മളെ ഫിഷിൻ്റെതാണ്. സോ ഈ എംബ്രിയോസിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എംബ്രിയോസ് കംപ്ലീറ്റ് ഇതിന്റെ പോലെ ഉണ്ട്, നമ്മുടെ എല്ലാം ഒരേപോലെ ഉണ്ട്. എസ്പെഷ്യലി അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഉണ്ട് ഇതില്. വെസ്റ്റിജിയൽ ഗിൽസ്ലിറ്റ് നമുക്കറിയാം. ഈ വെസ്റ്റിജിയൽ ഗിൽസ്ലിറ്റ് ഗില്ല് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നമ്മുടെ ഫിഷസിൽ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. സോ കോമൺ ആയിട്ടുള്ള ഒരു സാധനം സിമിലാരിറ്റി എന്ന് പറയുന്നത് കോമൺ ആൻസിസ്റ്ററിലേക്കുള്ള ഒരു തെളിവാണ്. സോ അഗെയിൻ അതൊരു പ്രൂഫ് ആകാം എന്നുള്ളത് ഏണസ്റ്റ് ഹെക്കൽ പറഞ്ഞു. പക്ഷേ ആക്ച്വലി this was actually disproved by a scientist. What is the name of that scientist? That itself has been asked in the entrance. That is Carl Ernst von Baer എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു.
കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ഹി നോട്ടഡ് ദാറ്റ് എംബ്രിയോസ് നെവർ പാസ് ത്രൂ ദ അഡൾട്ട് സ്റ്റേജ് ഓഫ് അതർ ആനിമൽസ് എന്നുള്ളതും NCERT പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്തു, ഫാൾസിഫൈ ചെയ്തു, ഈ ഒരു എംബ്രിയോളജിക്കൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ ഫാൾസിഫൈ ചെയ്തു. ഓക്കെ, NCERT ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ ജസ്റ്റ് നോക്കാം. ഫാമിലി ട്രീ ഓഫ് ദിനോസേഴ്സ് ആണ് കൊടുത്തത്. ഈ ദിനോസേഴ്സ്, ഇതിലൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതിലെ ഒരു കണക്ഷൻ. ഈ ആർക്കിയോപ്റ്ററിസ് സാധാരണ ഈ ആർക്കിയോപ്റ്ററിസ് ഉണ്ടോ, ആർക്കിയോപ്റ്ററിക്സ്, this usually we regard these archaeopteryx as the link between birds and reptiles. Birds and reptiles തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് ഈ ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ ഫൈൻ. സോ പിന്നെ നെക്സ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ എവിഡൻസ് ഫ്രം കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി ആണ്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹോമലോഗസ് ഓർഗനും അനലോഗസ് ഓർഗനാണ്. യു ഹാവ് ടു, ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഈ ഹോമലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ. ഈ ഹോമലോഗസ് ഓർഗനും അനലോഗസ് ഓർഗനും ചോദിക്കാത്ത ഒറ്റ എൻട്രൻസ് ഉണ്ടാവില്ല കേട്ടോ. സോ നമ്പർ 3, എവിഡൻസ് ഫ്രം കമ്പാരിറ്റീവ് മോർഫോളജി ആൻഡ് അനാറ്റമി. കമ്പാരിറ്റീവ് മോർഫോളജി ആൻഡ് അനാറ്റമി. ഇതിൽ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമലോഗസ് ഓർഗൻ ആൻഡ് അനലോഗസ് ഓർഗൻ. ഓക്കെ, അതിൽ ഹോമലോഗസ് ഓർഗൻ ആണ് ആദ്യം പറയുന്നത്. ഹോമലോഗസ് ഓർഗൻ ഇത് ജസ്റ്റ് ഒറ്റ ഒരു ഫിഗർ വെച്ചിട്ട് കേട്ടോ മനസ്സിൽ വെക്കണം. ഈ ഹോമലോഗസ് ഓർഗൻ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട ഫിഗർ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒറ്റ ഒരു കേന്ദ്ര ബിന്ദു, ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഒരുപാട് ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫിഗർ. ഈ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വരച്ചു കഴിഞ്ഞാൽ എന്താണ് വെച്ചെന്ന് അറിയോ, ഇത് വെച്ചിട്ട് തന്നെ നിങ്ങളെ കൺഫ്യൂഷൻ ഒഴിവാക്കാം. പലർക്കും ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്. ഓപ്ഷൻ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഹോമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു സാധനം ഉണ്ട്. ഈ കോമൺ എന്ന് പറയുന്നത് കോമൺ ഒറിജിൻ ആണ്. സോ കോമൺ ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ആണ്. സോ ഓർഗൻസ് വിത്ത് കോമൺ ഒറിജിൻ. common origin and structure ആണ്. common origin and structure but different function ആണ്. different function. okay, different function ആണ്, പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു ഒറിജിൻ ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ഫംഗ്ഷൻ ഇത് എവോൾവ് ചെയ്തു ടു പെർഫോം ഡിഫറെന്റ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇത് പല ഫംഗ്ഷൻ ആയി മാറിയത് കൊണ്ട് ദിസ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയാറുണ്ട്. ഡൈവേർജന്റ് എവല്യൂഷൻ ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഡൈവേർജന്റ് എവല്യൂഷൻ സംഭവിച്ചത് കൊണ്ടുള്ള ഒരു സംഭവമാണ് ഈ ഹോമലോഗസ് ഓർഗൻ. നമ്മളിന്ന് പറയുന്നുണ്ട് കേട്ടോ കുറച്ച്. ഡൈവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ വന്നു, ഹോമലോഗസ് ഓർഗൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. സോ ഡൈവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് വന്നത്, ഡൈവേർജന്റ് എവല്യൂഷൻ. ഈ ഫിഗറിൽ തന്നെ ക്ലിയർ അല്ലേ, ഡൈവേർജ് ചെയ്യുക, ഒരു പോയിന്റിൽ നിന്ന് വേറെ ഏരിയയിലേക്ക് ഡൈവേർജ് ചെയ്തതാണ് കൊണ്ടാണ്. സോ കോമൺ ഒറിജിൻ ആണ്, അതായത് സെയിം സ്ട്രക്ചർ ആണ് എന്നുള്ളതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ്. സോ ഇതിന്റെ എക്സാമ്പിൾ NCERT കൊടുത്ത എക്സാമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് അത് എപ്പോഴും ചോദിക്കാറുണ്ട്. NCERT കൊടുത്ത എക്സാമ്പിൾ നമ്പർ 1 4 limbs ആണ്. 4 limbs of നമ്മുടെ whales, 4 limbs of whale, പിന്നെ നമ്മുടെ bat, പിന്നെ cheetah and humans. ഓക്കെ, എല്ലാ മാമൽസും, ഇൻ സ്പെസിഫിക്കലി എല്ലാ മാമൽസിൽ ആരും ഓപ്ഷനിൽ വന്നാലും നമുക്കിത് ചൂസ് ചെയ്യാം. സോ 4 limbs ആണ്. ഈ 4 limbs എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ 4 limb എന്ന് പറയുന്നത് നമുക്കൊരു റേഡിയസ് ഉണ്ട്, അൾനയുണ്ട്, പിന്നെ ഇവിടെ എന്താ ഹ്യൂമറസ് ഉണ്ട് അല്ലേ, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ എല്ലാ മാമൽസിനെയും നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ആൾമോസ്റ്റ് ഇതേപോലൊക്കെ തന്നെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, ഇതാണ് മാൻഡ്. കണ്ടോ, ഒരു റേഡിയസ് ഉണ്ട്, നമ്മൾ ഈ തമ്പിന് കറസ്പോണ്ടിങ് റേഡിയസ് അൾനുണ്ട്, പിന്നെ ഇവിടെ കാർപ്പൽ ബോൺ ഉണ്ട്, മെറ്റാകാർപ്പൽ ബോൺ ഉണ്ട്, ഫാലഞ്ചസ് ഉണ്ട്, നമ്മൾ പഠിച്ചതാ അല്ലേ. പിന്നെ ഹ്യൂമറസ് ഉണ്ട്. ചീറ്റക്കും ഇതേ സെയിം സാധനം തന്നെയാണ്. പക്ഷെ ഇവരുടെ ഒക്കെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പലതും ഡിഫറെന്റ്. ബാറ്റ് ഇത് ഫ്ലൈ ചെയ്യാൻ, ഇത് സ്വിം ചെയ്യാൻ, ഈ ചീറ്റ ഇത് വെച്ചിട്ട് ആക്ച്വലി മൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. 4 limb എന്ന് ഉദ്ദേശിച്ച് നമ്മളെ യൂഷ്വലി ഇവിടെ നമ്മുടെ കൈയും നമ്മുടെ കൈയൊക്കെയാണ് ഉദ്ദേശിച്ചത്. സോ ഇതിൽ റേഡിയസ് അല്ല, നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ യൂഷ്വലി നടക്കാറില്ല. വി ആർ ആക്ച്വലി ഇറക്റ്റ് മാമൽസ്, അതായത് ഹ്യൂമൻസ് ഇറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഈ ചീറ്റ പോലുള്ള ഓർഗാനിസംസ് ഇത് ലോക്കോമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോ ഫങ്ഷൻസ് ഡിഫറെന്റ് അല്ലേ, പക്ഷേ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ എന്ന് സ്പെസിഫിക്കലി പറയേണ്ടത്, നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം ആക്ച്വലി എന്താണ്, സെയിം ആണ്, പക്ഷേ ഫങ്ഷൻ ഡിഫറെന്റ് ആണ്. സോ അതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് വാട്ട് എവല്യൂഷൻ,
homologous organ which is happening because of divergent evolution. Number 2 NCERT ൽ കൊടുത്തു. സോ ഹോമലോഗസ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കാണ് അല്ലേ, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ആയതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ഇൻഡയറക്ട്ലി പറയുന്ന സംഭവമാണ് നമ്മുടെ ഈ ഹോമലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അതും NCERT കൊടുത്ത പോയിന്റ് ആണ്. ഓക്കെ, നമ്പർ 2 NCERT ൽ പറയുന്നു അതർ എക്സാമ്പിൾസ് ആർ വെർട്ടിബ്രേറ്റ് ഹാർട്ടും ഉണ്ട്, അതേപോലെ തന്നെ വെർട്ടിബ്രേറ്റ് ബ്രെയിനും ഉണ്ട്. ഓക്കെ, ഹാർട്ടും ബ്രെയിനും ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കണം. സോ ഹാർട്ടും ബ്രെയിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറലി എല്ലാം ഒരു സിമിലാരിറ്റി കിട്ടും, പക്ഷേ ഫംഗ്ഷൻ വൈസ് ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ കിട്ടും. ഇനി പ്ലാന്റ്സിലും NCERT കൊടുത്തിട്ടുണ്ട് തോൺസ് ബൗഗൻവിലിയന്റെ തോണും ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ ഓക്കെ BC ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ ഇത് NCERT ൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ഫിഗർ NCERT കൊടുത്തിട്ടുണ്ട്. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ ഈ ഒരു ഹോമലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദിസ് ആർ പാർട്ട് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ. പിന്നെ NCERT ൽ കൊടുത്തത് വിങ്സ് ഓഫ് നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 ഓക്കെ. സോ അതാണ് ഹോമലോഗസ് ഓർഗൻ. ഹോമലോഗസ് ഓർഗൻ അത്രയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അനലോഗസ് ഓർഗൻ ആണ്. അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഫിഗർ മനസ്സിൽ വെച്ചാൽ മതി. ഈ ഒരു ഫിഗർ എന്ന് വെച്ചാൽ പല ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരേ സെയിം ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ സെയിം ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വരുന്നു. സോ ആക്ച്വലി ഓർഗൻസ് വിത്ത് സിമിലർ ഫംഗ്ഷൻ ആണ്, പക്ഷേ അവരുടെ ഒറിജിൻ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ഒറിജിൻ എന്ന് മാത്രമല്ല, ഡിഫറെന്റ് ഒറിജിൻ ആസ് വെൽ ആസ് ഡിഫറെന്റ് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ഡിഫറെന്റ് ഒറിജിൻ ആൻഡ് ഡിഫറെന്റ് സ്ട്രക്ചർ. ഓക്കെ, സോ ഇവിടെ സംഭവിച്ച അനലോഗസ് ഓർഗനിൽ സംഭവിച്ചത് ഒരു കൺവേർജന്റ് എവല്യൂഷൻ ആണ് അല്ലേ. സോ ഈ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ ഇത് കൺവേർജന്റ് എവല്യൂഷൻ. എങ്ങനെയാണ് കൺവേർജന്റ് എവല്യൂഷൻ നടന്നത്? കൺവേർജൻ എന്ന് വെച്ചാൽ കൺവേർജ് ചെയ്തു ടു പെർഫോം സിമിലർ ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിൽ വേണം. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് NCERT കൊടുത്തത് ഒന്ന് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ and birds. ഓക്കെ, സിമിലർ ഫംഗ്ഷൻ ആണ്, എന്താ ഫ്ലൈ ചെയ്യാനാണ്. പക്ഷെ അവരുടെ ബേർഡ്സിന്റെ വിങ്ങും ഇൻസെക്റ്റിന്റെ വിങ്ങും ഒരുപാട് ഡിഫറെന്റ് ആണ് അല്ലേ. അത്രയും ഐഡിയ മനസ്സിലായി. സോ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്. പിന്നെ എക്സാമ്പിൾ നമ്പർ 2 NCERT ൽ കൊടുത്തത് ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. ഇതിലെല്ലാം പഠിക്കണം കേട്ടോ, വേറെ നിവൃത്തിയില്ല മക്കളെ. ഐസ് ഓഫ് ഇതന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്. ഓക്കെ, രണ്ടും എന്തായിരിക്കും? രണ്ടും സിമിലർ ഫംഗ്ഷൻ ആണ് അല്ലേ. രണ്ടും സ്വിമ്മിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷെ അതിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് രണ്ടും ഐ ആയതുകൊണ്ട് കാണാനാണ് യൂസ് ചെയ്യുക. സോ അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ്. നമ്പർ 4th എക്സാമ്പിൾ NCERT കൊടുത്തിട്ടുണ്ട് നമ്മുടെ മോഡിഫിക്കേഷൻ. അതായത് 4th എക്സാമ്പിൾ NCERT കൊടുത്തത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് വെറും പൊട്ടാറ്റോ. ഓക്കെ, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ. ഇതിൽ മാറിപ്പോകരുത്. സ്വീറ്റ് പൊട്ടാറ്റോ ഒരു റൂട്ട് മോഡിഫിക്കേഷൻ ആണ് ആൻഡ് പൊട്ടാറ്റോ ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. എസും ഇവിടെ മാച്ചിങ് അല്ല കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല. ഓക്കെ, സോ ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ഒരു ഇതിൽ രണ്ടിലും സിമിലർ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. നമ്മുടെ പൊട്ടാറ്റോ മണ്ണിനടിയിലുള്ള ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ യൂഷ്വലി സ്റ്റോറേജ് ഫോം ആണ്. എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള പരിപാടിയാണ് ഇതിനുള്ളത്. പക്ഷേ അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിൻ സാധനങ്ങളൊക്കെ എന്താണ്? ഡിഫറെന്റ് ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒന്ന് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്, ഒന്ന് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്, പക്ഷേ ഫംഗ്ഷൻ സിമിലർ ആണ്. ഓക്കെ, സോ ഇത് എഴുതി വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ സെയിം സംഭവങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്.
ഇത് കാര്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. സോ നമ്മുടെ ഹോമലോഗസ് ഓർഗൻ എക്സാമ്പിൾ പഠിച്ച് ഫോർ ലിംബ് ആണ് വെയില്, ബാറ്റ്, ചീറ്റ ഇതിൻ്റെ ഒക്കെ. ഓക്കെ, പിന്നെ വെർട്ടിബ്രേറ്റ് ഹാർട്ട്സ് ഓർ ബ്രെയിൻ, ഹാർട്ടും ബ്രെയിനും ഉണ്ട്. വെർട്ടിബ്രേറ്റ് ഹാർട്ട്സ് ആൻഡ് വെർട്ടിബ്രേറ്റ് ബ്രെയിൻ സെപ്പറേറ്റ് എന്ന് ചോദിക്കും. പിന്നെ തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബോഗൻവില്ല ആൻഡ് കുക്കുർബിറ്റ പഠിച്ചു. പിന്നെ നമ്മൾ അനലോഗസ് ഓർഗനിൽ പഠിച്ചത് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ, ബേർഡ്സ്, പിന്നെ അതേപോലെ തന്നെ ഐസ് ഓഫ് ഒക്ടോപസ് മാമൽസ്, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ and potato. Okay, so that is the thing about that is the ഇതൊക്കെ എവല്യൂഷന്റെ ഫലമാണ് എന്നുള്ളത് ഇനിയിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെല്ലാം ഡിഫറെന്റ് പോയിന്റിൽ നിന്ന് സെയിം പോയിന്റിലേക്ക് എവോൾവ് ചെയ്തതാണ് അല്ലേ? അതൊരു എവല്യൂഷൻ അല്ലേ? അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒറിജിൻ, ഡിഫറെന്റ് സ്ട്രക്ചർ എല്ലാം ഒരേ ഹാബിറ്റേറ്റിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് വന്ന സമയത്ത് സെയിം ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി എവോൾവ് ചെയ്തു അല്ലേ? അതൊരു എവല്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഹോമലോഗസ് ഓർഗൻ എങ്ങനെ എവല്യൂഷൻ സംഭവിച്ചത്? അതായത് കോമൺ ഒറിജിൻ ആണ്, പക്ഷെ അത് എവോൾവ് ചെയ്തിട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എവോൾവ് ചെയ്തു. അതൊരു എവല്യൂഷൻ തന്നെ അല്ലേ? സോ ബോത്ത് ആർ ആക്ച്വലി എവിഡൻസ് ഫോർ എവല്യൂഷൻ എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് എവല്യൂഷൻ പറയുന്നത് എവിഡൻസ് ഫ്രം പ്രോട്ടീൻസ് ആൻഡ് ജീൻസിന്റെ സ്ട്രക്ചർ ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് evidence in proteins and genes performing, അല്ലെങ്കിൽ എന്താ ഈ പ്രോട്ടീൻസും ജീൻസും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA. ഈ DNA or RNA ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ജീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഓർഗാനിസത്തിൽ, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ടാകും അല്ലേ? ആ ജീനിന്റെ സ്ട്രക്ചർ എല്ലാ ഓർഗാനിസത്തിലും സിമിലർ ആണ്. പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് വിചാരിക്കുക ജനറ്റിക് മെറ്റീരിയൽ. ആ സെയിം ജീൻ തന്നെ ആയിരിക്കും ഒരു പക്ഷെ വേറെ ഓർഗാനിസത്തിൽ. സോ ഒരു സിമിലാരിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ പ്രോട്ടീൻസിന്റെയും ജീൻസിന്റെയും ഒക്കെ ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലായി. സോ ആ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ ഒരു കോമൺ ആൻസിസ്ട്രി ഉണ്ട് എന്നുള്ളത്. സിമിലാരിറ്റി ഇൻഡിക്കേറ്റ്സ് എ കോമൺ ആൻസിസ്ട്രി എന്ന് പറയുമ്പോൾ ആ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇങ്ങനെ എവോൾവ് ചെയ്ത് വന്നിട്ടാണ് ഡിഫറെന്റ് ഓർഗാനിസംസ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ അതൊരു എവിഡൻസ് ആയില്ലേ. നമ്പർ 5 ഈസ് ദിസ് പർട്ടിക്കുലർ ഫിഗർ അല്ലേ? ഈ പർട്ടിക്കുലർ ഫിഗർ നിങ്ങൾക്ക് അറിയാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. This particular thing is very important because this particular thing is actually what I can say one of the evidence from the history എന്ന് പറയാം. That is evidence from the history. That is fifth evidence, which is the evidence from England on the population of moth അഥവാ ചില ഇനം ബട്ടർഫ്ലൈസിന്റെ പോപ്പുലേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ്. ഇത് ചുമ്മാ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചു. ഓക്കെ, 1920 ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചു. ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് മരങ്ങൾ എടുത്ത് നോക്കി. അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള മരങ്ങൾ എടുത്ത് നോക്കി. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടത് വൈറ്റ് വിങ്ഡ് അല്ലെങ്കിൽ വൈറ്റ് മോത്തുകളാണ് കുറേ കണ്ടത്. വൈറ്റ് മോത്തുകൾ കുറേ ഉണ്ടായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ, വൈറ്റ് മോത്തുകൾ ഉണ്ടാവാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു ഇത് നമ്മുടെ ട്രീ ആണ് അല്ലെ? സോ ദിസ് ഈസ് ദ ട്രീ. ഇത് ട്രീ ആണ്. Okay, this is the tree. So before industrialization you have to understand, ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രീന്റെ ഈ സ്റ്റെമ്മിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് വൈറ്റ് ലൈക്കനുകളായിരുന്നു. വൈറ്റ് ലൈക്കൻസ് കുറേ ഉള്ള ഒരു ടൈം ആയിരുന്നു അത്. പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഈ വൈറ്റ് ലൈക്കനുകൾ കുറഞ്ഞു എന്ന് പറയും. വൈറ്റ് ലൈക്കൻ എന്ന് പറയുന്നത് വൈറ്റ് ലൈക്കൻസിന് വൈറ്റ് കളറാണ്. സോ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഈ വൈറ്റ് ലൈക്കൻസിന്റെ പോപ്പുലേഷൻ കുറഞ്ഞെന്നാവാൻ. വൈറ്റ് ലൈക്കൻസ് പോയി കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പിന്നീട് വന്നത് എന്തായിരുന്നു എന്നറിയോ? ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചാൽ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും? അവിടെ നല്ല പൊടിപടലങ്ങളാണ് അല്ലെ? അല്ലെങ്കിൽ സൂട്ട്, സ്മോക്ക് ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ഏരിയയിൽ. ഓക്കെ, സൂട്ടും സ്മോക്കും ഒക്കെ വന്നു തുടങ്ങി. സോ ഈ സൂട്ടും സ്മോക്കും വന്നത് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്.
സോ ഇനി കാര്യം ക്ലിയർ ആ, ഇനി ക്ലിയർ അല്ലേ? ഇവിടെ വൈറ്റ് മോത്ത് എന്തുകൊണ്ടാണ് ഒരുപാടായത്? ഇവിടെ ബ്ലാക്ക് മോത്ത്, ഇവിടെ എവിടെയെങ്കിലും ബ്ലാക്ക് മോത്ത് ഉണ്ടെങ്കിൽ ഇവിടെ പ്രിഡേറ്റേഴ്സ് വന്നിട്ട് ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഐ മീൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബ്ലാക്ക് മോത്തിനെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അതിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നശിച്ചു, അത് അവിടെ നിന്ന് പോയി. പിന്നെ അവിടെ ബാക്കിയായത് ആര് മാത്രമായിരുന്നു? ബാക്കിയായത് നമ്മുടെ വൈറ്റ് മോത്ത് മാത്രം അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചു നിന്നു, അതായിരുന്നു. സോ വൈറ്റ് മോത്ത് കുറെ ഉണ്ടായിരുന്നു, ബിക്കോസ് വൈറ്റ് ലൈക്കൻ ബാക്ക്ഗ്രൗണ്ട് കുറെ ഉണ്ടായിരുന്നു. ഇനി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ വന്നു. സോ ഒരുപാട് സ്മോക്കും സൂട്ടും ഒക്കെ ഈ ഒരു ട്രീന്റെ സ്റ്റെമ്മിനെ കവർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്തായി? ഡാർക്കായി. ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയപ്പോൾ ഒബ്വിയസ്ലി ഇവിടെയുള്ള വൈറ്റ് മോത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. സോ അവിടെ നമ്മൾ ഈ പ്രെഡേറ്റേഴ്സ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഐ മീൻ വൈറ്റ് മോത്തിനെ ഇങ്ങനെ പിക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ വൈറ്റ് മോത്തിനൊക്കെ പിക്ക് ചെയ്തിട്ട് അവിടെ ആര് മാത്രം ജീവിക്കാൻ തുടങ്ങി? ബ്ലാക്ക് മോത്തുകൾ മാത്രം ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. സോ ബ്ലാക്ക് മോത്ത് ഇൻക്രീസ്ഡ് ഓർ ഡാർക്ക് മോത്ത് എന്ന് പറയുമ്പോൾ അതിന് മെലാനിൻ ഉള്ളതാണ്. മെലാനിൻ ഉള്ളത് കൊണ്ടാണ് അത് എന്തായത്? ഡാർക്ക് ആയത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ക്ലിയർ അല്ലേ? ഇതിൽ ഈ ഫിഗർ കൊടുത്തത് എന്താ? ഇവിടെ വൈറ്റ് വിങ്ഡ് മോത്ത്, ഈ വൈറ്റ് വിങ്ഡ് മോത്ത് ആണ് ഇവിടെ കുറച്ചുകൂടെ പ്രിഫേർഡ്. കാര്യം എന്താ? ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രിഫേർഡ് ആവുന്നത് ഡാർക്ക് വിങ്ഡ് മോത്ത് ആണ്. ഓക്കെ, ദാറ്റ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ഇവിടെ പ്രിഫേർഡ് ആവുന്നത് നമ്മുടെ ഏതാണ്? ഡാർക്ക് വിങ്ഡ് മോത്ത് ആണ്. കാര്യം അവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് വിങ്ഡ് മോത്ത് ആയിരുന്നു പ്രിഫർ ചെയ്തത്, അല്ലെങ്കിൽ കൂടുതലായത്. ഇവിടെ ഇതാണ് പൊല്യൂട്ടഡ് ഏരിയ. പൊല്യൂട്ടഡ് ഏരിയ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഐ മീൻ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അവിടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ഡാർക്ക് ആയിരുന്നു. ഈ ഒരു ഐഡിയ വേണം. ഇത്രയേ ഉള്ളൂ NCERT-യിൽ ഈ ഒരു കാര്യം പറയുന്നത്. ഇതിന്റെ ഒരു റീസൺ ആയിട്ട് ഈ വൈറ്റ് ലൈക്കൻസിന്റെ കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് ലൈക്കൻസ് പോയി എന്ന് മാത്രമല്ല, വൈറ്റ് ലൈക്കൻസിന്റെ ആ ഒരു പൊസിഷനിൽ ആര് വന്നു എന്നും പറയുന്നു? സൂട്ടും സ്മോക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് മനുഷ്യന്റെ ആക്ഷന്റെ ഫലമായിട്ട് വന്ന ഒരു എവല്യൂഷൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ ആക്ഷന്റെ ഫലമായിട്ട് വന്ന ഒരു നാച്ചുറൽ സെലക്ഷൻ ആണെന്ന് വേണേൽ പറയാം അല്ലേ? മനുഷ്യന്റെ ആക്ഷൻ എന്താ? ഇൻഡസ്ട്രിയലൈസേഷൻ, കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ കെട്ടിപ്പടുക്കി. അങ്ങനെ വരുന്ന എവല്യൂഷന് നമുക്ക് എവല്യൂഷൻ ഡ്യൂ ടു ആന്ത്രോപോജനിക് ആക്ഷൻ എന്ന് പറയാറുണ്ട്. എവല്യൂഷൻ ഡ്യൂ ടു ആന്ത്രോപോജനിക് ആക്ഷൻ. സോ ഈ ഒരു എക്സാമ്പിൾ, അതായത് ഇനി വരുന്ന 5th-ഉം 6th-ഉം എക്സാമ്പിൾ, ഇപ്പൊ ഇത് 5th എക്സാമ്പിൾ അല്ലേ? നമ്മുടെ ഈ ഇംഗ്ലണ്ടിലുള്ള എക്സാമ്പിൾ 5th എക്സാമ്പിൾ ആണ്. ഇത് ആന്ത്രോപോജനിക് ആക്ഷൻ കൊണ്ട് വന്ന ഒരു എവല്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന എവല്യൂഷനും അല്ലെങ്കിൽ എവിഡൻസ് ഓഫ് എവല്യൂഷനും ആന്ത്രോപോജനിക് ആക്ഷന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് എവല്യൂഷൻ വിച്ച് ഹാപ്പൻഡ് ഓർ നാച്ചുറൽ സെലക്ഷൻ. ഈ ഒരു മെക്കാനിസം നടന്നത് നാച്ചുറൽ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത് അല്ലേ? നാച്ചുറലി ഈ സംഭവം സംഭവിച്ചു. സോ നമ്മുടെ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രിഡേറ്റേഴ്സ് എല്ലാ വൈറ്റിനെ എടുത്ത് പിക്ക് ചെയ്യാൻ തുടങ്ങി, എല്ലാത്തിനും എടുത്ത് നശിപ്പിച്ചു. ആര് മാത്രം ബാക്കിയായി? ഡാർക്ക് മാത്രം ഇവിടെ ബാക്കിയായി. ഇവിടെ എല്ലാ ഡാർക്കിനെ എടുത്ത് നശിപ്പിച്ചിരുന്നു ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഓർ ദ ലാസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് എവിഡൻസ് ആണ്. ദാറ്റ് ഈസ് ദ എവിഡൻസ് ബിക്കോസ് ഓഫ് ദ എക്സസ് യൂസേജ് ഓഫ്. സോ എവിഡൻസ് ഫ്രം excess, or 6th one is excess use of herbicides, insecticides. Okay, herbicides, insecticides. Actually speaking, ഇത് വളരെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. ഇൻസെക്ടിസൈഡ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചായപ്പൊടി, നിങ്ങൾ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി. വീട്ടിൽ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ചായപ്പൊടി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക, ഉറുമ്പിനെതിരൊക്കെ ഇടുന്ന, അതൊക്കെ പണ്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത്, ആ ഒരു പൗഡർ ഇടുന്ന സമയത്ത് ആക്ച്വലി കുറേ ഉറുമ്പുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഉറുമ്പുകളിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ചിലപ്പോൾ എന്തായിരിക്കാം, ഇതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ചായപ്പൊടി എന്ന് പറഞ്ഞ സാധനം ഇടുന്ന സമയത്ത് ഈ ബ്ലാക്കുകൾ എല്ലാവരും നശിക്കും. ഓക്കെ, ഒരാൾ മാത്രം, എല്ലാവരും നശിക്കൂല, ഒരാൾ മാത്രമായിരിക്കും ഇതിന്. പണ്ട് ഒരു 10 വർഷം മുന്നേ ഈ ചായപ്പൊടി ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും നശിച്ചിരുന്നു. സോ എല്ലാവരും പോയി, കണ്ടോ, എല്ലാവരും പോയി. ആര് മാത്രം അവിടെ ബാക്കിയായി? ഈ ആൾ മാത്രം അവിടെ ബാക്കിയായി. സോ നമ്മൾ വീണ്ടും ഈ ചായപ്പൊടി ഇടുമ്പോൾ ഈ ബ്ലാക്കുകളൊക്കെ നശിച്ചു. പിന്നെ ഈ ചുവപ്പ് മാത്രം അവിടെ ബാക്കിയുള്ളൂ. ഈ ചുവപ്പ് അവിടെ ഉണ്ടാവും, ഈ ചുവപ്പ് വേറെ ചുവപ്പുകൾ ഉണ്ടാവും. അതിൽ നിന്ന് വീണ്ടും ഈ ചുവപ്പുകൾ മാത്രം പെറ്റുവരും. കണ്ടോ, ചുവപ്പുകൾ മാത്രം പെറ്റുവരും. പിന്നെ ആര് കുറച്ചുണ്ടാവുള്ളൂ? ബ്ലാക്ക് 1 2 ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ചായപ്പൊടി ഇടുന്ന സമയത്ത് ഇവർ മാത്രം നശിക്കും. പക്ഷെ ആരവിടെ ബാക്കിയാവും? നമ്മുടെ ഈ ഒരു ഓർഗാനിസം മൊത്തം അവിടെ ബാക്കിയാവും.
ഓക്കെ, അതാണ് റെസിസ്റ്റന്റ് വെറൈറ്റികൾ മാത്രം അവശേഷിക്കും നമ്മൾ എക്സസ് ആയിട്ട് ആന്റിബയോട്ടിക്സ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സും കൂടുതലായിട്ട് യൂസ് ചെയ്താലും ഈ റെസിസ്റ്റന്റ് വെറൈറ്റിനെ മാത്രം പിന്നീട് നമുക്ക് ഉണ്ടാവും. സോ ആന്റിബയോട്ടിക്സ് ഒന്നും എഫക്റ്റീവ് അല്ലാണ്ട് വരും. ഇത് മാത്രമല്ല കേട്ടോ, ആന്റിബയോട്ടിക്സ് നമ്മൾ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ ഡോസ് കറക്റ്റ് ഫുൾ ആക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ. ആന്റിബയോട്ടിക്സ് ഫോർ എക്സാമ്പിൾ യൂഷ്വൽ ആന്റിബയോട്ടിക്സ് നമ്മൾ 3 or 5 ഡേയ്സിനാണ് പ്രിസ്ക്രൈബ് ചെയ്യാറ്. അത് ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സിന്റെ ഡോസ് ഫുൾ എടുത്തിട്ടില്ലെങ്കിലും സാധാരണ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാരൻജൈറ്റിസ്, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ, പഴുപ്പ് വരികയാണെങ്കിലൊക്കെ ഈ സാധനം എടുക്കാൻ പറയും. അത് എടുത്തിട്ടില്ലെങ്കിൽ, അത് ആ ഡോസ് ഫുൾ ആക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇത് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയും. അതായത് റെസിസ്റ്റന്റ് വെറൈറ്റീസ് കുറെ ഗ്രോ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയും. ഓക്കെ, വാട്ട് എവർ, ഇതെല്ലാം എവല്യൂഷൻ വിച്ച് ഹാപ്പൻ ബിക്കോസ് ഓഫ് എന്താ, ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആന്ത്രപ്പോജനിക് ആക്ഷന്റെ ഫലമായിട്ടാണ്. ഓക്കെ, എവല്യൂഷൻ ഇതൊക്കെ പറയുന്നത് എവല്യൂഷൻ ഈസ് നോട്ട് എ ഡയറക്റ്റഡ് പ്രോസസ്. ഒരു പെർട്ടിക്കുലർ ഇതില്ല, എന്താണ്, ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്, റാൻഡം പ്രോസസ് ആണ് എവല്യൂഷൻ എന്നുള്ളത് വേണേൽ പറയാം. റാൻഡം ആണ്. റാൻഡം എന്ന് പറയുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്, എൻസിആർടി കൊടുത്ത ടെർമിനോളജി സ്റ്റൊക്കാസ്റ്റിക് എന്നാണ്. എവല്യൂഷൻ ഇസ് എ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയും. സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം ആണ്, അതായത് ബേസ്ഡ് ഓൺ ഈവൻസ് ഇൻ നേച്ചർ ആൻഡ് ചൈൻസ് മ്യൂട്ടേഷൻ ഇൻ ദ ഓർഗാനിസം. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു ഡിറ്റർമിനേഷൻ ഒന്നുമില്ല, ഇത് മാത്രം സെലക്ട് ചെയ്ത് പോകുള്ളൂ എന്നില്ല. എവല്യൂഷന് യൂഷ്വലി ഒരു ഫ്ലോ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് എവല്യൂഷന് യൂഷ്വലി ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും, ഒരു ഡയറക്ഷൻ ചിലപ്പോൾ ഉണ്ടെങ്കിലും, യൂഷ്വലി എവല്യൂഷൻ, അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും എവല്യൂഷൻ്റെ ഒക്കെ എവല്യൂഷനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് മ്യൂട്ടേഷൻ റാൻഡം ആണ്, ഡയറക്ഷൻലെസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മ്യൂട്ടേഷൻ റാൻഡം ആണ്, ഡയറക്ഷൻലെസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ എവല്യൂഷൻ ഡ്യൂ ടു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷനിലാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ പ്രൊവൈഡഡ് എവല്യൂഷൻ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഒരു എൻവിറോൺമെന്റിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ ചേഞ്ചസിനെ കൂടെ ഇത് ഈ എവല്യൂഷനെ ബാധിക്കാറുണ്ട്. അല്ലെങ്കിൽ എവല്യൂഷനെ ബാധിക്കാറുണ്ടെന്ന് പറയുമ്പോൾ എവല്യൂഷൻ സ്റ്റൊക്കാസ്റ്റിക് ആണ്. അതായത് എന്തെങ്കിലും ഒരു ഈവന്റുകൾ പുതുതായിട്ട് നാച്ചുറൽ സംഭവിച്ചാൽ അതുകൂടെ ചിലപ്പോൾ എവല്യൂഷനെ ബാധിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചു അല്ലേ. ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പോൾ അതൊരു പെട്ടെന്ന് നടന്നൊരു ഇവന്റ് ആണ്, ഹ്യൂമൻ ബീങ്സ് നടത്തിയ ഒരു ഇവന്റ് ആണ്. ആ ഒരു നാച്ചുറൽ എവല്യൂഷൻ, നാച്ചുറലിന്റെ ഫലമായിട്ട് വരുന്ന എവല്യൂഷൻ എന്തായിരുന്നു, മോർ വൈറ്റ് വിങ്ഡ് മോത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഫുൾ ഡാർക്ക് ആയപ്പോൾ ഡാർക്കുകൾ മാത്രം സെലക്ട് ചെയ്ത് തുടങ്ങി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആദ്യം നല്ല വൈറ്റ് ആയിരുന്നു, സോ വൈറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഫുൾ ഡാർക്കായി, പിന്നെ ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. സോ അങ്ങനെ ഒരു ഈവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ അതിലേക്ക് ചിലപ്പോൾ വന്ന് വീഴാറുണ്ട്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ക്ലാസിക്കലി പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ ബീറ്റിൽസ് ഗ്രോ ചെയ്യാന്ന് വിചാരിക്കുക. ബീറ്റിൽസ് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഒരു എന്താ പറയുക, റെഡ് ബീറ്റിൽസ് മാത്രമേ ഉള്ളായിരുന്നു വിചാരിക്കുക. റെഡ് ബീറ്റിൽസ് മാത്രമേ ഉള്ളായിരുന്നു. ഈ റെഡ് ബീറ്റിൽസിന്റെ ഒരു പോപ്പുലേഷൻ ഈ ഏരിയയിലുണ്ട്. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം ഈ ഏരിയയിൽ ഈ റെഡ് ബീറ്റിൽസിന് എന്തോ ഒരു എവല്യൂഷൻ, അല്ലെങ്കിൽ എന്തോ ഒരു മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ എന്തോ ഒരു ജനറ്റിക് ചേഞ്ച് വന്ന് ഒരു ഗ്രീൻ ബീറ്റിൽ ഒറ്റൊന്ന് വന്നു. ആക്ച്വലി ഇതിനെ മെച്ചെന്താ, ഈ ഗ്രീൻ ബീറ്റിൽ ഇവിടെ വന്നിട്ട് ഒരു പ്രീഡേറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ക്രോ വന്നിട്ട് ഇതിനെ പെട്ടെന്ന് ഈ റെഡിന് പിക്ക് ചെയ്യാൻ പറ്റും. സോ റെഡ് പതുക്കെ റെഡ് നശിക്കാൻ തുടങ്ങും. പിന്നീട് ആര് മാത്രമാവും ഇവിടെ, പിന്നീട് നമ്മളെ ഗ്രീൻ മാത്രമാവും. ഇതൊരു നാച്ചുറൽ സെലക്ഷൻ ആണ്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഇതേ ഏരിയയിൽ ഗ്രീൻ ഇങ്ങനെ ഗ്രോ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ ഒരു ഏരിയയിൽ ബ്ലൂ ഇങ്ങനെ ഗ്രോ ചെയ്തു. അക്കോർഡിംഗ് ടു നാച്ചുറൽ സെലക്ഷൻ ഇവിടെ ആരെ പിക്ക് ചെയ്യണം, നമ്മൾ ബ്ലൂവിനെ യൂഷ്വലി പിക്ക് ചെയ്യണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്ന് ഇവിഡന്റ് ആണ്. പക്ഷേ പെട്ടെന്ന് ഒരു ഉദാഹരണം പറയാം, ഒരു ആന അങ്ങോട്ട് വന്ന് ഇതിനങ്ങോട്ട് ചവിട്ടി. അതൊരു നാച്ചുറൽ കലാമിറ്റി ആണ്. ഈ ആന ഒന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല അല്ലെ, മാമനോടൊന്നും തോന്നല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഇതങ്ങോട്ട് വന്ന് വീണതാണ്. വന്ന് വീണ സമയത്ത് എല്ലാ പച്ചകളും നശിച്ച സമയത്ത് ഇവിടെ ആര് മാത്രം ബാക്കിയായി, നീല മാത്രം ബാക്കിയായി. പിന്നീട് എന്താ സംഭവിക്കുക, പിന്നീട് ഈ നീല മാത്രം ഗ്രോ ചെയ്യും. അത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷന്റെ ഒരു റൂള് പ്രകാരം ആക്ച്വലി നോർമലി സംഭവിക്കേണ്ടിയിരുന്നത് ഗ്രീനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ ഈവന്റ് കൂടെ എവല്യൂഷനെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ എവല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, എവല്യൂഷനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കും, നമ്മൾ ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കും. ഈ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എവിഡൻസ് ഫോർ എവല്യൂഷൻ. സോ എവിഡൻസ് ഓഫ് എവല്യൂഷനിൽ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു മക്കളെ?
നമ്മൾ ടോട്ടലി 6 കാര്യങ്ങൾ പറഞ്ഞു. സോ ഫസ്റ്റ് നമ്മൾ ഫോസിൽസ് പറഞ്ഞു, പിന്നീട് നമ്മൾ എംബ്രിയോളജിക്കൽ എവിഡൻസ് പറഞ്ഞു, പിന്നീട് നമ്മൾ ഹോമലോഗസ് അനലോഗസ് ഓർഗൻ പറഞ്ഞു, പിന്നീട് നമ്മുടെ ഫോർത്ത് വൺ സിമിലാരിറ്റി ഇൻ പ്രോട്ടീൻ ജീൻസ് പറഞ്ഞു, പിന്നീട് ഫിഫ്ത്തും സിക്സ്ത്തും നമ്മുടെ എവല്യൂഷൻ ഡ്യൂ ടു ആന്ത്രോപോജനിക് ഓർ ഹ്യൂമൻ ആക്ഷൻ ആണ്. ഇംഗ്ലണ്ടിലെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഹെർബിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്. ഇതിനൊക്കെ പുറമെ മനുഷ്യന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡോഗ്സിനെ ഉണ്ടാക്കിയത്, വെറൈറ്റി ഓഫ് ഡോഗിനെ ഉണ്ടാക്കിയതും ഈ ഹ്യൂമൻസിന്റെ ആക്ഷന്റെ ഫലമായിട്ട് വന്ന ഒരു എവല്യൂഷൻ ആണെന്ന് പറയാറുണ്ട് കേട്ടോ. വെറൈറ്റി അത് സ്ട്രെയിൻ, നമ്മൾ തന്നെ വെറൈറ്റി, നമ്മൾ നീഡിനനുസരിച്ച് വെറൈറ്റി ഓഫ് സ്ട്രെയിൻസ്, ഒരുപാട് ഡോഗിന്റെ വെറൈറ്റി ഉണ്ട് അല്ലേ. പല വെറൈറ്റി ഓഫ് ഡോഗുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും ഹ്യൂമൻ ബീങ്സ് ആക്ച്വലി പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല ബ്രീഡും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, പല വെറൈറ്റി നമ്മൾ പല ഓർഗാനിസത്തിനെയും നമ്മൾ നമ്മുടെ റാൻഡം മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് പല ഓർഗാനിസംസ് തമ്മിൽ മീറ്റ് ചെയ്തിട്ട് പല വെറൈറ്റി ഓഫ് സ്ട്രെയിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡോഗിൽ ഹ്യൂമൻ ബീങ്സ് ഒരു ആക്ഷന്റെ ഫലമായിട്ടും നമ്മൾ ഡോഗ്സിന്റെ ഒരു എവല്യൂഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോഗ്സിന്റെ ന്യൂ വെറൈറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഡോഗ്സിൽ നാച്ചുറൽ എവല്യൂഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെറൈറ്റി ഓഫ് ഡോഗ് ഇത്രയും ഫോം ചെയ്യാനുള്ള കാരണം മനുഷ്യൻ നമ്മൾ എന്താ പറയുക, നമ്മൾ എഫേർട്ട്ഫുൾ ആയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എവിഡൻസ് ഓഫ് എവല്യൂഷൻ.